പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ തിരഞ്ഞെടുക്കുമ്പം അതിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളൊരു ക്രിസ്മസ് കാർഡ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അതിൽ ഏറ്റവും നന്നായിട്ട് കാർഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. ആൻഡ് നമ്മൾ പല രീതിയിൽ നമ്മൾ കാർഡ്സൊക്കെ പരീക്ഷിക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ പോപ്പപ്പ് കാർഡ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പോപ്പപ്പ് കാർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ A4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ 3 സൈഡിൽ നിന്നും നമ്മൾ ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ 2 സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ആൻഡ് നമ്മൾ വേറൊരു കളർ പേപ്പർ എടുക്കുക. ഞാനിവിടെ റെഡാണ് കേട്ടോ ചൂസ് ചെയ്തത്. റെഡും വൈറ്റും ക്രിസ്മസ് തീമാണല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതിനെ ഒന്ന് ചുറ്റും 4 സൈഡിൽ നിന്ന് ഒട്ടിച്ചെടുക്കുക. ആൻഡ് ഈ പോപ്പപ്പ് കാർഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പോപ്പപ്പ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗിഫ്റ്റ് ബോക്സാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് കാർഡ് ഇവിടെ റെഡി. കിട്ടുന്നവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് കാർഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോപ്പപ്പ് കാർഡ്സൊക്കെ. അങ്ങനെ ഒരു കാലം. ആൻഡ് ബൈ ദ വേ നമ്മുടെ പോപ്പപ്പ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് ഇത് ബർത്ത്ഡേക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ള ഒരു കാർഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.